നമസ്കാരം, എല്ലാവർക്കും ഫൈൻഡിങ് ഫാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 2024 ജനുവരി മുതലുള്ള കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഈ ചാനലിലൂടെ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് UPSC, PSC പോലെയുള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള നോട്ട്സ് ആക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം നമ്മൾ ചിലപ്പോൾ 1-2 ടോപ്പിക്കുകളായിരിക്കും ചെയ്യുന്നത്. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. മെയിൻലി നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്, ലൈക്ക് UPSC ആൻഡ് SSC. അപ്പോൾ അത്തരത്തിലുള്ള അതിന് വേണ്ടിയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് വീഡിയോസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം ഇന്ന് നമ്മൾ തുടങ്ങുന്നത് 2024 ജനുവരിയിലുള്ള കറണ്ട് അഫയേഴ്സാണ്. കാരണം ഇനി വരുന്ന എക്സാംസിന് മേ ബി 2024 ജനുവരി തൊട്ട് 2024 ഡിസംബർ വരെയുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത്. അപ്പം ഇനി തൊട്ടുള്ള എക്സാംസിന് നമുക്ക് ഒരുപാട് എക്സാംസ് വരാനുണ്ട്. UPSC എക്സാമുണ്ട്, അതേപോലെ സെൻട്രൽ സർവീസുകളിലേക്കുള്ള മറ്റ് എക്സാമുകളുണ്ട്, SSC ഉണ്ട്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് എക്സാമുകളിലേക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ആദ്യം നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹൈപ്പർ ലൂപ്പ് സംവിധാനത്തെക്കുറിച്ചാണ്. ഹൈപ്പർ ലൂപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതൊരു വേഗതയിൽ പോകുന്ന ഒരു ട്രെയിൻ സംവിധാനമാണ്. അതായത് എയ്റോപ്ലെയിനെക്കാട്ടിലും കൂടുതൽ വേഗത്തിൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഏഷ്യയിലെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് സംവിധാനം നമ്മുടെ ഇന്ത്യയിൽ IIT മദ്രാസിൻ്റെ കീഴിൽ സൃഷ്ടിക്കുകയാണ്. അതിന് ആൻസലർ ആൻഡ് മിത്തൽ എന്ന് പറയുന്ന കമ്പനിയാണ് അതിന് സഹായങ്ങൾ കൊടുക്കുന്നത്, അതിനെ സ്പോൺസർ ചെയ്യുന്നത്. അപ്പം ഇന്ത്യസ് ഫസ്റ്റ് ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് വാസ് ബിൽറ്റ് ബൈ IIT മദ്രാസ് ആൻഡ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ മുംബൈ-പൂനെ കൊറിഡോർ. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള ട്രാക്ക് മുംബൈ-പൂനെ കൊറിഡോറിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് 2024 ജനുവരിയിലെ ഒരു പ്രധാന വാർത്തയായിരുന്നു. ഇത് ചിലരൊക്കെ കണ്ടു കാണും. അപ്പോൾ എന്താണ് ഹൈപ്പർ ലൂപ്പ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ട്സ് ഹൈപ്പർ ലൂപ്പ്? അപ്പം ഹൈപ്പർ ലൂപ്പിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ദൂരം വളരെ കുറഞ്ഞ അളവിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ സഞ്ചരിക്കുക എന്നുള്ളതാണ്. അപ്പം ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ലെവിറ്റേഷനാണ്. അപ്പം ഇതിൻ്റെ ഷേപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹൈപ്പർ ലൂപ്പിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു എയറോഡൈനാമിക് ഷേപ്പിലേക്ക്, അതായത് എയറോപ്ലെയിൻ്റെ ഒക്കെ പോലെയുള്ള ഒരു ഷേപ്പാണ്. പക്ഷേ ഇത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പോർട്സ് ആയിട്ട് ഇത് ഒരു ട്യൂബിനുള്ളിലൂടെയാണ് മൂവ് ചെയ്യുക. ഈ ട്യൂബ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ലോ പ്രഷറായിരിക്കും ഉണ്ടാവുക. അപ്പം ഇത് മൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ലെവിറ്റേഷനാണ്. എന്താണ് മാഗ്നറ്റിക് ലെവിറ്റേഷൻ? അതായത് നമ്മുടെ ഹൈപ്പർ ലൂപ്പ് സംവിധാനത്തിനോട് ചേർന്നിട്ട് ഇലക്ട്രോ മാഗ്നറ്റ്സ് ഉണ്ടാവും. അതിൻ്റെ താഴ്ഭാഗത്ത് ഇലക്ട്രോ മാഗ്നറ്റ്സ് ഉണ്ടാവും. അതേപോലെ ട്രാക്കിൽ സംബന്ധിച്ചിടത്തോളം പെർമനൻറ്റ് മാഗ്നറ്റ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം ഈ പെർമനൻറ്റ് മാഗ്നറ്റ്സ് യൂഷ്വലി നമുക്കറിയാം നോർത്ത് സൗത്ത് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് അങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഇതിനെ നമ്മളൊരു ഹോൾ ബാക്ക് അറേ എന്ന് പറയുന്ന ഒരു അറേയിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് കാന്തിക മണ്ഡലം മാഗ്നറ്റിക് ഫീൽഡ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ആ ഒരു സമയത്ത് നമുക്കൊരു മാഗ്നറ്റിക് ലെവിറ്റേഷൻ, അതായത് ലെവിറ്റേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന അവസ്ഥയാണ്. ഈ അവസ്ഥ പോസിബിളായിട്ട് വരും. അപ്പം ഈ അവസ്ഥ പോസിബിൾ ആകുന്ന രീതിയിൽ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ്സിനെയും പെർമനൻറ്റ് മാഗ്നറ്റ്സിനെയും അറേഞ്ച് ചെയ്യും. ഇലക്ട്രോ മാഗ്നറ്റ്സ് ഹൈപ്പർ ലൂപ്പിലായിരിക്കും ഉണ്ടാവുക, പെർമനൻറ്റ് മാഗ്നറ്റ്സ് ട്രാക്കിലായിരിക്കും. അപ്പം ഇത് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പം ഹൈപ്പർ ലൂപ്പ് ഫ്ലോട്ട് ചെയ്യും, ഈ ട്രാക്കിന് മുകളിലൂടെ ഫ്ലോട്ട് ചെയ്ത് പോകും. ഒരു വേഗത്തിലുള്ളൊരു മൂവ്മെൻറ്റ് പോസിബിളാവും. ഇതാണ് ഹൈപ്പർ ലൂപ്പ് സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ നമ്മൾ പറഞ്ഞ പോലെ ഹോൾ ബാക്ക് അറയെ പറ്റി നമ്മൾ സംസാരിച്ചു. ഹോൾ ബാക്ക് അറ എന്ന് പറഞ്ഞാൽ കാന്തിക മണ്ഡലത്തെ ഒരു സ്ഥലത്തേക്ക് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും, ഒരു സൈഡിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് ഈ മാഗ്നറ്റിക് ലെവിറ്റേഷൻ പോസിബിളായിട്ട് വരുന്നത്. അപ്പം ആർസെലർ ആൻഡ് മിത്തൽ, നിപ്പോൺ സ്റ്റീൽ, ഇന്ത്യ മെറ്റീരിയൽസ് ആൻഡ് എഞ്ചിനീയറിംഗ് റിസോഴ്സസ് ബീങ് ഡിപ്ലോയ്ഡ് ടു കൺസ്ട്രക്ട് ഏഷ്യാസ് ഫസ്റ്റ് ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റിംഗ് ഫെസിലിറ്റി അറ്റ് IIT മദ്രാസ്, ചെന്നൈ. ഇതായിരുന്നു ആ കറണ്ട് അഫയർ എന്ന് പറയുന്നത്, ആ ന്യൂസ് എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ആദ്യത്തെ ന്യൂസ്. ഇനി അടുത്ത ന്യൂസായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.